നമുക്ക് ഗുരുവായൂർ ഒരു ബ്രൈഡിനെ ഒരുക്കാൻ പോയാലോ? സോ നമ്മൾ തലേന്ന് വൈകിട്ട് തന്നെ അവിടെ എത്തി കുളിച്ചൊന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി നേരെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ എത്തി തൊഴുത് അവിടെ നിന്ന് ഇറങ്ങുന്ന വഴി നമ്മുടെ നെസ്കഫേയിലൊക്കെ കയറി 2 കോൾഡ് കോഫിയൊക്കെ കുടിച്ച് അവിടുന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്ന് നെയ് റോസ്റ്റൊക്കെ കഴിച്ച് ആണ് കേട്ടോ പോകുന്നത്. പോരുന്ന വഴി നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്ന പ്രിയങ്ക ഫാൻസിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വളയുടെയൊക്കെ അടിപൊളി കളക്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് കുപ്പികളൊക്കെ എടുത്ത് കുറച്ച് പൊട്ടും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ റൂമിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ റൂമിലെത്തി നമ്മൾ ബ്രൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ആൾ വന്നപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സാരിയൊക്കെ പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് റെഡി ആവേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ്. ആളുടെ സ്കിൻ അത്യാവശ്യം ടെക്സ്ചേർഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൺസേൺസ് ഉണ്ടായിരുന്നു. മേക്കപ്പ് ഹെവി ആവുമോ ഓവർ ആവുമോ എന്നൊക്കെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ മാനേജ് ചെയ്ത് ബ്രൈഡിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഹെയർ സ്റ്റൈലൊക്കെ ആണെങ്കിലും പ്രോപ്പർ റെഫറൻസ് ഉണ്ടായിരുന്നു. ബ്രൈഡിൽ ഇതുപോലെ സ്റ്റോൺ ലേസസ് വെച്ചിട്ടുള്ള രീതിയിൽ തന്നെ വേണം. അപ്പോൾ ആ രീതിയിലെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക്